നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള പി എസ് സി പരീക്ഷയിലെ ആനുകാലികം എന്ന് പറയുന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള 20ാമത്തെ ക്ലാസ്സാണ് നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആനുകാലികവുമായി ബന്ധപ്പെട്ട് 2020ലെയും 2021ലെയും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 18 വീഡിയോ ക്ലാസ്സിലൂടെയായിട്ട് നിരവധി കാര്യങ്ങൾ ആനുകാലികവുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ക്ലാസ്സുകളും കാണാൻ താല്പര്യമുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ ചോദ്യം 2020ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. അന്നത്തെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതും വരുംകാല പരീക്ഷയിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. 2020 US ടൈം മാഗസിൻ പ്രസിദ്ധപ്പെടുത്തിയ ലോകത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരാണെന്നാണ് നമ്മുടെ ചോദ്യം. രണ്ട് പേരുകളാണ് ഓർത്തിരിക്കേണ്ടത്. ഒന്ന് ഇന്ദിരാഗാന്ധിയും മറ്റൊന്ന് രാജ്കുമാരി അമൃത് കൗറുമാണ്. 2020 പോയിട്ട് ഒരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ചോദിക്കണമെന്ന് ചോദ്യകർത്താവിനോട് പറയുകയാണെങ്കിൽ അവിടെ ചോദ്യകർത്താവിൻ്റെ മനസ്സിലൂടെ കടന്നു പോകേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഇത് പരിഗണിക്കാവുന്നതാണ്. 2020 US ടൈം മാഗസിൻ പ്രസിദ്ധപ്പെടുത്തിയ ലോകത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരുടെ പേര് ഓർത്തിരിക്കുക. ഇന്ദിരാഗാന്ധിയും രാജ്കുമാരി അമൃത് കൗറുമാണ്. രാജ്കുമാരി അമൃത് കൗർ 1947 വനിതയായിട്ടും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി 1976 വനിത എന്ന് പറയുന്ന ഒരു ഗണത്തിലാണ് ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ ഇവിടെ രണ്ട് വ്യക്തികളുടെ പേര് പരിചയപ്പെട്ടു. ഇന്ദിരാഗാന്ധിയും രാജ്കുമാരി അമൃത് കൗറുമാണ്. 1947 വനിതയായിട്ടാണ് രാജ്കുമാരി അമൃത് കൗർ ഈ ഒരു പട്ടികയിൽ വരുന്നത്. 1976 വനിതയായിട്ടാണ് ഇന്ദിരാഗാന്ധി ഈ ഒരു പട്ടികയിൽ വരുന്നതെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇത് നമ്മൾ പരിചയപ്പെടുന്നത് രാജ്കുമാരി അമൃത് കൗറുമായി ബന്ധപ്പെട്ട് PS റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. അതിൽ ആദ്യം തന്നെ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ വനിത ക്യാബിനറ്റ് മന്ത്രി ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാജ്കുമാരി അമൃത് കൗറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യമന്ത്രി ആരെന്നൊരു ചോദ്യം PS റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ്. ഉത്തരമായിട്ട് വരേണ്ട രാജ്കുമാരി അമൃത് കൗറാണ്. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗം കൂടിയാണ് ഈ പറയുന്ന രാജ്കുമാരി അമൃത് കൗർ എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ഏക വനിതാ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധിയാണ്. ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഒന്നാം ഘട്ടം ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോഴും രണ്ടാം ഘട്ടം നടക്കുമ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ദിരാഗാന്ധിയാണ്. 1969 ഒന്നാം ഘട്ടം നടക്കുന്നത്. മറ്റൊന്ന് പ്രീവ്യൂ പേഴ്സ് നിർത്തലാക്കിയത് ആരുടെ കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാലും ഇന്ദിരാഗാന്ധിയാണ്. 1971 ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം രൂപവൽക്കരിക്കുന്ന സമയത്ത് 1971 ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാലും ഇന്ദിരാഗാന്ധിയാണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടപ്പിലാക്കുന്ന സമയത്ത് 1984 ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ദിരാഗാന്ധിയാണെന്ന കാര്യം ഓർക്കുക. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ദിരാഗാന്ധിയാണെന്ന കാര്യം ഓർക്കുക. നമ്മളിവിടെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെട്ടത് 2020 US ടൈം മാഗസിൻ പ്രസിദ്ധപ്പെടുത്തി ലോകത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരാണെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ട ഇന്ദിരാഗാന്ധി. അതുപോലെ തന്നെ രാജ്കുമാരി അമൃത് കൗർ. പ്രത്യേകം ശ്രദ്ധിക്കുക. 1947 വനിതയായിട്ടാണ് രാജ്കുമാരി അമൃത് കൗർ വരുന്നത്. 1976 വനിതയായിട്ടാണ് ഇന്ദിരാഗാന്ധി വരുന്നതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്തായിട്ട് പരിചയപ്പെടുന്നത് മഹാത്മാഗാന്ധി നയിച്ച ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ദണ്ഡി യാത്രയുടെ എത്രാമത്തെ വാർഷികമാണ് 2021 മാർച്ചിൽ ആഘോഷിച്ചതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് 91. മഹാത്മാഗാന്ധി നയിച്ച ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ദണ്ഡി യാത്രയുടെ 91ാമത്തെ വാർഷികമാണ് 2021 മാർച്ചിൽ ആഘോഷിക്കുന്നത്. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിക്കുന്നത്. 1930 ഏപ്രിൽ 5 ദണ്ഡി കടപ്പുറത്ത് എത്തുകയും 1930 ഏപ്രിൽ 6 ദണ്ഡി കടപ്പുറത്ത് ഉപ്പുവെള്ളം കുറുക്കിക്കൊണ്ട് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തു. PS ചോദിക്കാനുള്ള 3 പ്രധാനപ്പെട്ട ഡേറ്റ് ആണ്. ദണ്ഡി യാത്ര ആരംഭിച്ച ഡേറ്റ് 1930 മാർച്ച് 12, ദണ്ഡി കടപ്പുറത്ത് എത്തിയ ഡേറ്റ് 1930 ഏപ്രിൽ 5 ദണ്ഡി കടപ്പുറത്ത് ഉപ്പ് നിയമം ലംഘിച്ച ആ ഒരു ഡേറ്റ് 1930 ഏപ്രിൽ 6 1930 ഏപ്രിൽ 5 ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് എത്തുകയും തൊട്ടടുത്ത ദിവസമാണ് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. 1930 ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മളോട് പരിചയപ്പെടുത്തുന്നത്. 1919 റൗലറ്റ് നിയമത്തിനെതിരായിട്ട് ഗാന്ധിജി ദേശവ്യാപകമായിട്ട് ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നത് ഏപ്രിൽ 6 അതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ പറയുന്ന ഏപ്രിൽ 6 ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുന്നതെന്ന കാര്യം ഓർക്കുക. ഒരുപക്ഷെ ഇത് ഗൈഡുകളിലൊന്നും കാണാത്ത പോയിന്റുകളാണ്. ഇത് നമ്മൾ ഈ പറയുന്ന തൊഴിൽ വാർത്ത PSC ബുള്ളറ്റിൻ പോലുള്ള മാഗസീനിൽ മാത്രം കണ്ടുവരുന്ന പോയിന്റുകളാണ്. വരുംകാല പരീക്ഷയിൽ റാങ്ക് നിർണ്ണയിക്കപ്പെടാവുന്ന ഒരു പോയിന്റ് തന്നെയാണ് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്തുകൊണ്ട് ഗാന്ധിജി ഏപ്രിൽ 6 1930 സെലക്ട് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1919 റൗലറ്റ് നിയമത്തിനെതിരായിട്ട് ഗാന്ധിജി ദേശവ്യാപകമായിട്ട് ഹർത്താൽ ആഹ്വാനം ചെയ്ത ഡേറ്റ് PS ചോദിക്കുന്നതാണ്. ഏപ്രിൽ 6 ആ ഒരു തീയതിയുടെ സ്മരണാർത്ഥമാണ് ഗാന്ധിജി 1930 ഏപ്രിൽ 6 ഈ പറയുന്ന ഉപ്പ് നിയമം ലംഘിക്കുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുന്ന കാര്യം ഓർക്കുക. ഇനി PS ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഈ പറയുന്ന ഉപ്പ് നിയമമൊക്കെ ലംഘിച്ചതിന് ശേഷം മെയ് 4 ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നേതൃത്വ പദവിയിലേക്ക് വരുന്ന വ്യക്തി ആരെന്ന് ചോദിക്കാറുണ്ട്. അബ്ബാസ് തയാബ്ജിയാണെന്ന കാര്യം ഓർക്കുക. അബ്ബാസ് തയാബ്ജിയാണ് അതിനുശേഷം നേതൃത്വ പദവിയിലേക്ക് വരുന്നത്. തുടർന്ന് അബ്ബാസ് തയാബ്ജിനെ എന്ത് ചെയ്യുന്നുണ്ട്? അറസ്റ്റ് ചെയ്യുന്നുണ്ട്. തുടർന്ന് ഈ ഒരു നേതൃത്വ പദവിയിലേക്ക് എത്തിയ വനിതയാണ് സരോജിനി നായിഡു എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇവിടെ എന്തൊക്കെ പരിചയപ്പെട്ടു? മെയ് 4 ഗാന്ധിജി അറസ്റ്റ് ചെയ്യുന്നു. അതിനെ തുടർന്ന് ഈ പറയുന്ന നേതൃത്വ പദവിയിലേക്ക് എത്തുന്ന അബ്ബാസ് തയാബ്ജിയാണ്. തുടർന്ന് അബ്ബാസ് തയാബ്ജിയും അറസ്റ്റ് ചെയ്യുന്നു. അബ്ബാസ്
തയ്യാബ്ജിയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് നേതൃത്വ പദവിയിലേക്ക് എത്തുന്ന ആരാണ്? സരോജിനി നായിഡു ആണെന്ന കാര്യം ഓർക്കുക. ദണ്ഡിയാത്രയിൽ 5 മലയാളികൾ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് കൃഷ്ണൻ നായരാണ്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരെന്നൊരു ചോദ്യം PS റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഉത്തരമായിട്ട് വരേണ്ട കൃഷ്ണൻ നായരാണ്. അതുപോലെ തന്നെ തേവർത്തുടിയിൽ ടൈറ്റസ്, തിരുവല്ലയിൽ നിന്ന് തേവർത്തുടിയിൽ ടൈറ്റസ് ഈ ഒരു ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ NP രാഘവ പൊതുവാള് ഷൊർണൂരിൽ നിന്ന് പങ്കെടുത്തു. ശങ്കർജി മായന്നൂരിൽ നിന്ന് ശങ്കർജി ഇതിൽ പങ്കെടുത്ത മലയാളിയാണ്. തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്ത ഒരു മലയാളിയാണ് തപൻ നായർ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി PSC ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ദണ്ഡിയാത്രയും ദർശനയിലെ സമരവും ലോക ശ്രദ്ധയിൽ എത്തിച്ച അമേരിക്കൻ പത്രപ്രവർത്തകൻ ആരെന്ന് വെച്ചാൽ വെബ് മില്ലറാണ്. ഇതും പരീക്ഷ നമ്മുടെ ഗൈഡുകളിലൊന്നും ഒരുപക്ഷെ കാണാത്ത പോയിന്റാണ്. PSC ബുള്ളറ്റിൻ പോലുള്ള മാഗസിനിൽ ലഭിച്ചിട്ടുള്ള ഒരു പോയിന്റാണ്. ദണ്ഡിയാത്രയും ദർശനയിലെ സമരം ലോക ശ്രദ്ധയിൽ എത്തിച്ച അമേരിക്കൻ പത്രപ്രവർത്തകൻ ആരെന്ന പേര് ഓർത്തിരിക്കുക. വെബ് മില്ലർ എന്ന പേര് മറക്കാതെ ഓർത്തിരിക്കുക. റാങ്ക് നിർണ്ണയിക്കപ്പെടാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് ദണ്ഡിയാത്രയും അതുപോലെ തന്നെ ദർശനയിലെ സമരവും ലോക ശ്രദ്ധയിൽ എത്തിച്ച അമേരിക്കൻ പത്രപ്രവർത്തകന്റെ പേര് ഓർക്കുക. വെബ് മില്ലർ ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മളോട് പരിചയപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് 2021 മഹാത്മാഗാന്ധി നയിച്ച ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ദണ്ഡിയാത്രയുടെ എത്രാമത്തെ വാർഷികമാണ് 2021 ആഘോഷിച്ചതെന്നാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് 91ാമത്തെ വാർഷികമാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യം 2020 ബന്ധപ്പെട്ട ഒരു വ്യക്തിയുടെ വിയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട് 2017 മീറ്റു പ്രസ്ഥാനം ഉടലെടുത്തതിന് കാരണക്കാരനായ ഹോളിവുഡ് നിർമ്മാതാവ് 2020 അന്തരിച്ചു. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഹാർവി വെയിൻസ്റ്റൈൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹാർവി വെയിൻസ്റ്റൈൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന കാര്യം ഓർക്കുക. ആരാണ് ഹാർവി വെയിൻസ്റ്റൈൻ എന്ന് പറയുന്നത്? അദ്ദേഹം ഒരു ഹോളിവുഡ് നിർമ്മാതാവാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട 2017 മീറ്റു പ്രസ്ഥാനം ഉടലെടുക്കുന്നതിന് കാരണമായിട്ടുള്ള ഹോളിവുഡ് നിർമ്മാതാവാണ് 2020 അന്തരിച്ചിട്ടുള്ള ഹാർവി വെയിൻസ്റ്റൈൻ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ആ ഒരു കാരണത്താൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്തായിട്ട് പരിചയപ്പെടുന്നത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രവാസികളെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവന്ന ദൗത്യത്തിൻ്റെ പേരാണ് വന്ദേ ഭാരത് മിഷൻ. ഇനി ഇന്ത്യൻ നാവികസേനയുടെ ദൗത്യം ചോദിക്കുകയാണെങ്കിൽ അത് സമുദ്ര സേതു ആണെന്ന് കാര്യം ഓർക്കുക. അപ്പം ഇവിടെ അറിഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട 2 പേരുകളാണ്. ഒന്ന് വന്ദേ ഭാരത് മിഷനും മറ്റൊന്ന് സമുദ്ര സേതുവുമാണ്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രവാസികളെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവന്ന ദൗത്യത്തിൻ്റെ പേര് വന്ദേ ഭാരത് മിഷനും ഇന്ത്യൻ നാവികസേന ഇത്തരത്തിലൊരു ദൗത്യം നടത്തുകയുണ്ടായിരുന്നു. അതിന് നൽകിയിരുന്ന പേര് സമുദ്ര സേതു എന്നാണ്. 2020 ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തെ രാസവസ്തു നിർമ്മാണശാലയിൽ നിന്ന് ഏത് വിഷവാതകം ചോർന്നാണ് 12 പേർ മരിച്ചതെന്നാണ് ചോദ്യം. അപ്പോൾ 2020 ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചോദ്യകർത്താവിൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇത്. ഉത്തരമായിട്ട് വരേണ്ടത് സ്റ്റൈറിൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ സ്റ്റൈറിൻ എന്ന് പറയുന്ന ആ ഒരു വിഷവാതകം ശ്വസിച്ചുകൊണ്ടാണ് 12 പേര് 2020 ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് മരണപ്പെടുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. പ്ലാസ്റ്റിക് അതുപോലെ തന്നെ ഫൈബർ ഗ്ലാസ്, റബ്ബർ എന്നിവയുടെ ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഈ പറയുന്ന സ്റ്റൈറിൻ എന്ന കാര്യം ഓർക്കുക. ഇനി അതേത് കമ്പനിയാണെന്ന് കൂടെ അറിഞ്ഞിരിക്കണം. ദക്ഷിണ കൊറിയൻ കമ്പനിയായിട്ടുള്ള LG പോളിമേഴ്സ് ഫാക്ടറിയിലാണ് ഈ ഒരു വാതക ചോർച്ച ഉണ്ടാകുന്നത് എന്ന കാര്യം ഓർക്കുക. വിശാഖപട്ടണത്തിലെ ദക്ഷിണ കൊറിയൻ കമ്പനിയായിട്ടുള്ള LG പോളിമേഴ്സ് ഫാക്ടറിയിലാണ് ഈ ഒരു വാതക ചോർച്ച ഉണ്ടാകുന്നത്. നമ്മുടെ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ 1984 ഡിസംബർ 2 മധ്യപ്രദേശിലെ ഭോപ്പാൽ ദുരന്തം നടക്കുന്നത്. യൂണിയൻ കാർബൈഡ് കമ്പനിയിലാണ് ഭോപ്പാൽ ദുരന്തം നടക്കുന്നത്. അതായത് അവിടെ ഉണ്ടായിരുന്ന മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന ആ ഒരു വാതകം ചോരുകയും അത് ശ്വസിച്ച് ധാരാളം പേര് മരണപ്പെടുകയും ചെയ്ത ഒരു സംഭവമാണ് ഭോപ്പാൽ ദുരന്തം എന്ന് പറയുന്നത്. ഈ ഡേറ്റ് ഒക്കെ PSC റിപ്പീറ്റ് ചെയ്യുന്ന ഡേറ്റാണ് 1984 ഡിസംബർ 2 ആ കമ്പനിയുടെ പേര് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഏതാണ് ആ വാതകമെന്നും PSC ചോദിക്കാറുള്ളതാണ്. മീഥൈൽ ഐസോസൈനേറ്റ് എന്നതാണ് വാതകത്തിൻ്റെ പേരെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 1984 ഡിസംബർ 2 മധ്യപ്രദേശിലെ ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന കമ്പനി മീഥൈൽ ഐസോസൈനേറ്റ് എന്ന് പറയുന്ന വാതകം ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു. 2020 ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണത്തിലെ കമ്പനിയുടെ പേര് LG പോളിമേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. അവിടുന്ന് ചോർന്ന വാതകത്തിൻ്റെ പേര് സ്റ്റൈറിൻ എന്ന് പറയുന്ന വാതകമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഈ 2021 മെയ് 9 പ്രാധാന്യം 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെടുത്തി എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. 2021 മെയ് 9 പ്രാധാന്യം 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെടുത്തി എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ PSC പരീക്ഷയിൽ ഈ അടുത്തൊക്കെ വാർത്താ പ്രാധാന്യം നേടിയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. മുൻ സോവിയറ്റ് യൂണിയൻ പ്രതിരോധത്തിന് മുന്നിൽ നാസി ജർമ്മനി കീഴടങ്ങിയതിൻ്റെ 76ാം വാർഷികമാണ് 2021 മെയ് 9 എന്ന കാര്യം കൂടി ഓർക്കാം. മുൻ സോവിയറ്റ് യൂണിയൻ പ്രതിരോധത്തിന് മുന്നിൽ നാസി ജർമ്മനി കീഴടങ്ങിയതിൻ്റെ 76ാം വാർഷികമാണ് എന്ന് ആഘോഷിച്ചത്. 2021 മെയ് 9 ആഘോഷിച്ചത് എന്ന കൂടി ഓർത്തിരിക്കുക. അടുത്ത 2020 കേന്ദ്ര സർക്കാരിന്റെ ദേശീയ അമൂല്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിന്റെ ക്ഷേത്രോത്സവം എന്നതാണ് നമ്മുടെ ചോദ്യം. 2020 കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇടുകയാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. മുൻകാല പരീക്ഷ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. 2020 കേന്ദ്ര സർക്കാരിന്റെ ദേശീയ അമൂല്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ക്ഷേത്രോത്സവമാണ് ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിലാണ് ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ എവിടെയാണ് ചെട്ടിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്?
ചോദ്യം തന്നെയാണ്, മുൻകാല പരീക്ഷ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഉത്തരമായിട്ട് വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവേലിക്കര താലൂക്കിലാണ്. അപ്പോൾ ഇവിടെ 2020 കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ അമൂല്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ക്ഷേത്രോത്സവം ഏതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ചയാണ്. സാമൂഹിക ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നീ വിഭാഗത്തിലാണ് ഈ പറയുന്ന കുംഭഭരണി നാളിലെ കെട്ടുകാഴ്ച ഈ ഒരു പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള കളരിപ്പയറ്റ്, തോൽപ്പാവക്കൂത്ത്, മുടിയേറ്റ്, കൂടിയാട്ടം എന്നീ പ്രകടന കലകൾ എന്ന വിഭാഗത്തിൽ ഈ ഒരു പട്ടികയിലേക്ക് വന്നിട്ടുണ്ടെന്ന കാര്യം കൂടി ഓർക്കുക. 2020 കളരിപ്പയറ്റും തോൽപ്പാവക്കൂത്തും മുടിയേറ്റും അതുപോലെ തന്നെ കുടിയാട്ടം എന്നീ പ്രകടന കലകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പട്ടികയിലേക്ക്, പൈതൃക പട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന കാര്യം കൂടി ഓർക്കുക. ഇനി രാജ്യത്തെ അമൂല്യ സാംസ്കാരിക പൈതൃക പാരമ്പര്യം പരിപാലിക്കുന്നതായിട്ട് 2013 കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ ഭാഗമാണ് ഈ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പറയേണ്ടത് എന്താണ്? കേരളത്തിൽ നിന്നുള്ള കളരിപ്പയറ്റ്, തോൽപ്പാവക്കൂത്ത്, മുടിയേറ്റ്, കൂടിയാട്ടം എന്നിവയ്ക്ക് എന്താണ് പ്രകടന കലകൾ എന്ന ആ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏത് പട്ടികയിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പറയുന്ന അമൂല്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ അമൂല്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന കാര്യം ഓർക്കുക. അതിൽ തന്നെ ഇടം നേടിയിട്ടുള്ള കേരളത്തിലെ ക്ഷേത്രോത്സവം എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അത് ചെട്ടിക്കുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ചയാണെന്ന കാര്യം കൂടി ഓർക്കുക. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് കോവിഡ് പ്രതിരോധത്തിനിടെ രോഗബാധിതരായി മരണപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് രക്തസാക്ഷി പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഒഡീഷ. ഉത്തരമായിട്ട് വരേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കോവിഡ് പ്രതിരോധത്തിനിടെ രോഗബാധിതരായിട്ട് മരണപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് രക്തസാക്ഷി പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒഡീഷയാണ്. അടുത്ത പരിചയപ്പെടുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ എത്രാമത്തെ ചരമവാർഷികമായിരുന്നു 2021 ഏപ്രിൽ 30 എന്നാണ് നമ്മുടെ ചോദ്യം. 76 എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 2021 ഏപ്രിൽ 30 അഡോൾഫ് ഹിറ്റ്ലറുടെ എത്രാമത്തെ ചരമവാർഷികമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 2021 ഏപ്രിൽ 30 അദ്ദേഹത്തിൻ്റെ 76ാമത്തെ ചരമവാർഷികമാണ്. 1889 ഏപ്രിൽ 20 ഓസ്ട്രിയയിലാണ് ആര് ജനിക്കുന്നത്? അഡോൾഫ് ഹിറ്റ്ലർ ജനിക്കുന്നത്. അദ്ദേഹം ജനിക്കുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസ്ട്രിയയിലാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. 1889 ഏപ്രിൽ 20. 1889 എന്ന് പറയുന്ന വർഷം ഓർക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് ഓർക്കുന്ന രണ്ട് വ്യക്തികൾ ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ചാർലി ചാപ്ലിനുമാണ്. 1889 ജനിച്ച മറ്റ് രണ്ട് പ്രമുഖരാണ് ജവഹർലാൽ നെഹ്റു നവംബർ 14 തീയതിയും ചാർലി ചാപ്ലിൻ ഏപ്രിൽ 16 തീയതിയും ജനിച്ചു എന്ന കാര്യം ഓർക്കുക. അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ ജനിക്കുന്ന 1889 ഏപ്രിൽ 20 തീയതിയാണ്. ഹിറ്റ്ലർ ജനിക്കുന്ന ഓസ്ട്രിയയിലാണ്. ആ വർഷം തന്നെ ജനിച്ച രണ്ട് പ്രമുഖ നേതാക്കന്മാരാണ് ജവഹർലാൽ നെഹ്റു നവംബർ 14 തീയതി, അതുപോലെ തന്നെ ചാർലി ചാപ്ലിൻ ഏപ്രിൽ 16 തീയതി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഹിറ്റ്ലറുടെ ആത്മകഥ റിപ്പീറ്റ് ചെയ്യുന്നതാണ് മെയിൻ കാഫ് എന്നാണ് അതിൻ്റെ മലയാളം. എൻ്റെ പോരാട്ടം എന്നാണ് അതിൻ്റെ മലയാളത്തിൽ പറയുന്നത്. ഹിറ്റ്ലറെ പരിഹസിച്ചുകൊണ്ട് ചാർലി ചാപ്ലിൻ നിർമ്മിച്ച സിനിമയുടെ പേര് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന സിനിമ. ആരെ പരിഹസിച്ചുകൊണ്ടാണ്? ഹിറ്റ്ലറെ പരിഹസിച്ചുകൊണ്ട് ആര് നിർമ്മിച്ചതാണ്? ചാർലി ചാപ്ലിൻ നിർമ്മിച്ചാണ് 1940 എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ അഡോൾഫ് ഹിറ്റ്ലറുടെ എത്രാമത്തെ ചരമവാർഷികമായിരുന്നു? 2021 ഏപ്രിൽ 30 76ാമത്തെ. എന്നാണ് അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ചത്? 1889 ഏപ്രിൽ 20. അന്ന് ജനിച്ച രണ്ട് വ്യക്തികളെ പരിചയപ്പെട്ടു. ഒന്ന് ജവഹർലാൽ നെഹ്റു നവംബർ 14, ചാർലി ചാപ്ലിൻ ഏപ്രിൽ 16. ഹിറ്റ്ലറുടെ ആത്മകഥ റിപ്പീറ്റ് ചെയ്യാനാണ് മെയിൻ കാഫ്, അതിൻ്റെ മലയാളം എൻ്റെ പോരാട്ടം. ഹിറ്റ്ലറെ പരിഹസിച്ചുകൊണ്ട് ചാർലി ചാപ്ലിൻ നിർമ്മിച്ച സിനിമയാണ് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന സിനിമ 1940. അടുത്ത പരിചയപ്പെടുന്നത് 2020 കോവിഡ് പശ്ചാത്തലത്തിൽ അതിഥി തൊഴിലാളികളെ അവരുടെ സ്വന്തം നാടുകളിൽ എത്തിക്കാനായിട്ട് ഇന്ത്യൻ റെയിൽവേ ഏർപ്പെടുത്തിയ പ്രത്യേക തീവണ്ടിയുടെ പേര് ചോദിച്ചാൽ ശ്രമിക്കാണ്. PSC പരീക്ഷ ചോദിച്ച ചോദ്യമാണ്. 2020 കോവിഡ് പശ്ചാത്തലത്തിൽ അതിഥി തൊഴിലാളികളെ അവരുടെ സ്വന്തം നാടുകളിൽ എത്തിക്കാനായിട്ട് ഇന്ത്യൻ റെയിൽവേ ഏർപ്പെടുത്തിയ പ്രത്യേക തീവണ്ടിയുടെ പേര് ശ്രമിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കോവിഡ് പ്രതിരോധത്തിനായിട്ട് സാനിറ്റൈസിംഗ് ടണൽ ഏർപ്പെടുത്തി ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനാണ്. കോവിഡ് പ്രതിരോധത്തിനായിട്ട് സാനിറ്റൈസിംഗ് ടണൽ ഏർപ്പെടുത്തി ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനാണെന്ന് കാര്യം ഓർക്കുക. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് മൃഗങ്ങൾക്ക് ക്വാറന്റൈനിൽ ഏർപ്പെടുത്തിയ ആദ്യത്തെ ദേശീയോദ്യാനം ചോദിച്ചാൽ ജിം കോർബറ്റ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ്. 2020 ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് മൃഗങ്ങൾക്ക് ക്വാറന്റൈനിൽ ഏർപ്പെടുത്തിയ ആദ്യത്തെ ദേശീയോദ്യാനം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജിം കോർബറ്റ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് മൃഗങ്ങൾക്ക് ക്വാറന്റൈനിൽ ഏർപ്പെടുത്തിയ ആദ്യത്തെ ദേശീയോദ്യാനം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 2020 2021 തെരഞ്ഞെടുക്കപ്പെട്ട വരുംകാല പരീക്ഷകൾ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളും ഓരോ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്ത് പോകാറുണ്ട്. തൊഴിൽ വാർത്തയിലും അതുപോലെ തന്നെ PSC ബുള്ളറ്റിലും ഒക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ദണ്ഡിയാത്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിചയപ്പെട്ട ഓരോ പോയിന്റുകളും അത് വരുംകാല പരീക്ഷയിൽ ഒരുപക്ഷെ റാങ്ക് നിർണ്ണയിക്കപ്പെടാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. ആ പോയിന്റുകളൊക്കെ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തിയ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. ഇത്തരത്തിലുള്ള ആനുകാലികവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിക് അടിസ്ഥാനമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുപിട്ടാം. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും നല്ല അഭിപ്രായങ്ങൾക്കും 1000 നന്ദി രേഖപ്പെടുത്തും. തുടർന്നും അത് പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസ്സുകൾ തികച്ചും സൗജന്യമായിട്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്, തികച്ചും സൗജന്യമായിട്ട്.
അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ക്ലാസ്സിൽ കാണാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയ ഓരോ ചോദ്യങ്ങളും വരുംകാല പരീക്ഷയിൽ ഒരു ചോദ്യമായിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തുമ്പോൾ OMR ഷീറ്റിലൂടെ അതൊരു മാർക്കായിട്ട് വരട്ടെ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.